ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന നാസിയുടെ വീട്ടിലാണ്. ഇന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകാനായിട്ടൊക്കെ ഇരുന്നേ, ബീച്ചിൽ പോയി പബ്ലിക് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ നാസിക്ക് ചെറിയൊരു സമ്മാനം കിട്ടി റോഡിൽ വെച്ചിട്ട് കച്ചവടത്തിന് പോയപ്പോഴത്തേക്ക്. അങ്ങനെ സമ്മാനം വാങ്ങിച്ചിട്ട് മോൻ വന്ന് ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തു, ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് മോനെ. ഞാൻ കാണിച്ചു തരാവേ. എന്നാ ചിരിയാണെന്ന് നോക്കിയേ. കണ്ടില്ലേ, 5 വിരലും ഒരുപോലെ പണി വാങ്ങിച്ചിട്ടിരിക്കുക. 5 വിരല് മുട്ട് ഇവിടുത്തെ എല്ലാം തൊലി ഇളകിയിട്ടുണ്ട്. നെയ്ക്കാലിൽ അവിടെ ഇവിടെയൊക്കെ ഇളകിയിട്ടുണ്ട്. പിന്നെ ഇടുപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ ഉണ്ട്. മൊത്തത്തിൽ പഞ്ചറായി. പൊട്ടലൊന്നുമില്ല, പക്ഷെ ശതമാണെന്ന് തോന്നുന്നു വണ്ടി ഇടിച്ചല്ലേ. വീണേന്റെ എങ്ങനെയുണ്ടാ? സുഖം. കൊള്ളാം. നീ ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോടാ. എവിടെ ഇരുന്നാണ്? തിയേറ്ററിൽ ഇരുന്നാ കാണുന്നത് ഞങ്ങള്. ഞാൻ നിന്നല്ല, ഇയാളെ ശാരി ഇരിക്കുന്നത്. ചലിക്കണ്ട, നിന്റെ ഈ അഹങ്കാരം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. ഇതല്ലായിരുന്നു നിനക്ക് വരണ്ടിയിരുന്നത്. കാലവാരിന്ന് നിർത്തടിക്കും പറഞ്ഞത്. ഇത്രയൊക്കെ കിട്ടിയിട്ട് നിനക്ക് മതിയായില്ലല്ലേ? ഇതൊന്നും കിട്ടിയിട്ട് മതിയായില്ലല്ലേ? രാവിലെ ഞാൻ വിളിച്ചപ്പോ ഓടിപ്പോയി പൗഡർ വിട്ട് ലിഫ്റ്റിക്ക് വിട്ടോ ഓടി പോയിരുന്നു. നീ എപ്പോ വിളിച്ച്? നീ എപ്പോ വിളിച്ച്? ഫോണി വിളിച്ചപ്പോ എന്നെ നീ വിളിച്ചിട്ടില്ല. അപ്പൊ ഒക്കോണിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്തായാലും കുളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഷെമി എന്റെ അടുത്ത് പറയുന്നത് ഇക്കയ്ക്ക് സംസാരിക്കാൻ പറ്റാതെ ഇക്ക സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേ പേടിച്ച് അതാ ഓടി വന്നത്. അല്ലെ എങ്ങനെ ഞാൻ വരും, ഇതെങ്ങനെ വരുന്നെങ്കിൽ ഏരിയയിൽ ഞാൻ കയറത്തില്ലായിരുന്നു. സൗകര്യമില്ല പയ്യെ പോകുന്നത്. എനിക്ക് കഷ്ടമൊന്നുമില്ലല്ലോ. സഹിച്ചോ? സഹിച്ചേ പറ്റത്തുള്ളൂ. ആ ബുദ്ധിമുട്ട് ഇത്രയും സഹിക്കണം. പറ്റത്തില്ലേ ചോറാക്കിയാ മതി. അപ്പൊ എന്തായാലും സമ്മാനം മേടിച്ചിട്ട് ആൾ ഇരിപ്പുണ്ട്. കണ്ടോണ്ടിരുന്നു. വിനോയ് പണ്ടൊന്നും വീണായിരുന്നു. ഒരു പെണ്ണിനെ നോക്കി പോയി മതിലാത്ത പോയി. ശരിയാ, എന്റെ പുറകിൽ ഒരു പെണ്ണ് ബൈക്കിനകത്ത് വരുന്നതാണ്. ആ പെണ്ണിനെ വായി നോക്കി വഴി ചോദിക്കാൻ വേണ്ടി ആ പെണ്ണിന്റെ അടുത്ത് വായി ചോദിച്ചു. നോക്കി ആ പെണ്ണിന്റെ പേരാണ് നാസിൻ നാസർ. എന്റെ പുറകെ കാര്യം വയ്യാൻ നീ നോക്കത്തില്ല, പറഞ്ഞേക്കാവേ. രഘുപ്പാപ്പാനോട് അനാഥമായ പ്രണയത്തില് എനിക്ക് ഇതല്ലായിരുന്നടാ വരേണ്ടത്. പ്രണയം തോന്നിയിട്ട് മതി. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നു. എന്തായാലും കൊള്ളാം. കണ്ടില്ലേ, കാല് സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കാണായിരുന്നു, ഡ്രസ് ചെയ്യുന്നതിന് മുമ്പേ കാണായിരുന്നു. അത്യാവശ്യം നല്ല സീനായിരുന്നു. ഒഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു, ഇങ്ങനെ ഒഴുകുമായിരുന്നു ഇങ്ങനെ. അപ്പൊ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ. നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ച് നമ്മള് നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകണം. ഉടനെ വരുന്നതാണ്. ഉടനെ വരും. ഇല്ല, ഇവിടെ വന്നിട്ടാണെങ്കിൽ ശരിയാണ്. ഇവിടെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടറിയാം നമുക്ക്. അപ്പൊ കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.